നമസ്കാരം. പ്രാദേശിക സർക്കാരിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഓരോ മുന്നണിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് നേടിയതിൻ്റെയും വിജയവും പരാജയവും ഒക്കെ പതിവുപോലെ നമുക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടെത്തലുകളൊക്കെ കിട്ടും. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തിൽ കാതലായ ഒരിളക്കം സംഭവിച്ചിരിക്കുന്നു. ആ ഇളക്കം ചെറുതല്ല. മാത്രമല്ല, അത് കേരളത്തിനെ മാത്രം ബാധിക്കുന്നതല്ല, അഖിലേന്ത്യാ തലത്തിൽ പോലും CPM ബാധിക്കുന്ന ഒരു ചലനമാണ് ഈ പ്രാദേശിക സർക്കാർ തിരഞ്ഞെടുപ്പിലൂടെ കൊല്ലത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് കൊല്ലം നഗരസഭ ഒരു കാരണവശാലും CPM നഷ്ടപ്പെടില്ല എന്ന് CPM പാർട്ടി അനുഭാവികളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തുള്ളവരും 100% കണക്കൂട്ടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നഗരസഭയിലേക്കുള്ള, അതായത് കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെയാണ് UDF നിന്ന്, വിശേഷിച്ചും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മത്സരിക്കാൻ പോലും പ്രധാനപ്പെട്ട നേതാക്കളെ കിട്ടാൻ കോൺഗ്രസ് പാർട്ടി നന്നായി അവിടെ ബുദ്ധിമുട്ടുകയും ചെയ്തു. അവിടെയാണ് അത്ഭുതകരമായ ഒരു വിജയം കോൺഗ്രസ് നേടുകയും, മാത്രവുമല്ല നിലവിലുണ്ടായിരുന്ന മേയർ ഹണി ബെഞ്ചമിൻ പരാജയപ്പെട്ടു. വളരെ ജനസമ്മതി ഉള്ള, പൊതുവെ സ്വീകാര്യനായ കൊല്ലത്തെ ഒരു മുഖം കൂടിയാണ് 2 പ്രാവശ്യം മുൻ മേയറായിരുന്ന രാജേന്ദ്രൻ. അദ്ദേഹം അവിടെ ഉളിയക്കോവിലിൽ പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു അപ്രതീക്ഷിതമായി, അതല്ലെങ്കിൽ കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം അറിയാവുന്നവർക്ക് അവിശ്വസനീയമായി തോന്നുന്നൊരു സംഗതിയാണ് അവിടെ BJP നേടിയ മുന്നേറ്റം എന്ന് പറയുന്നത്. കാരണം കൊല്ലം നഗരസഭ പ്രദേശം എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിന് സ്വാധീനമുള്ള ഒരു നഗരസഭയാണ്. അവിടെയുള്ള ആ ഈഴവ സമുദായത്തിൽപ്പെട്ട നല്ലൊരു ശതമാനം ആൾക്കാർ, വിശേഷിച്ചും നഗരസഭയുടെ മിക്ക വാർഡുകളിലും ഈ അവിടുത്തെ 2 കോളേജുകൾ, കൊല്ലം SN കോളേജും ഫാത്തിമ കോളേജിലും ഉള്ള അതിൻ്റെ സാമീപ്യത്തിൽ അവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേർ അധിവസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അവിടെ CPM അടിത്തറ ഇളകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊല്ലത്തിളകിക്കഴിഞ്ഞാൽ പിന്നീട് കേരളത്തിൽ വേറെ എവിടെയും ഇളകാൻ പ്രയാസമില്ല എന്നുള്ളതാണ് ആ കൊല്ലത്തിൻ്റെ ആ ഒരു ഉദാഹരണത്തിലൂടെ, അല്ല കൊല്ലത്തിൻ്റെ ആ ഒരു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നാം കാണുന്നത്. കാരണം അത്രയ്ക്ക് ശക്തമായിട്ടുള്ള, വിശേഷം കൊല്ലംകാരുടെ പ്രത്യേക ചില സ്വഭാവങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. കൊല്ലത്തുള്ളവർ കുറച്ച് പിടിവാശിയും തർക്കപ്രിയരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർ ചില കാര്യങ്ങളിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്ന ഒരു സ്വഭാവ രീതിയുള്ള ആൾക്കാരാണ്. അവർ മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു വരികയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. അവിടെ നിന്ന് ഒഴുക്ക് സംഭവിച്ചിരിക്കുന്നത് BJPയിലേക്കാണ് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. എന്തുകൊണ്ട് ഈഴവ സമുദായത്തിൽ നിന്ന് ഒരു പ്രബല വിഭാഗം പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റുകാരായ ഒരു പ്രബല വിഭാഗം BJPയിലേക്ക് ഒഴുകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സാംസ്കാരികമായിട്ട് ശരിക്കും പഠന വിധേയമാക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അഖിലേന്ത്യാ തലത്തിൽ ഇന്ന് CPM യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്, അഖിലേന്ത്യാ സ്വഭാവത്തിൽ തന്നെ നിലനിൽക്കുന്നത് കേരളത്തിലെ CPM ഒരു സംഖ്യാബലം കൊണ്ടും സംഘടനാ ശേഷി കൊണ്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ഭരണത്തിലുമുണ്ട്. ഇതിൻ്റെയൊക്കെ പേരിലാണ് CPM അഖിലേന്ത്യാ തലത്തിൽ പോലും നിലനിൽക്കുന്നത്. അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയും കൊല്ലംകാരനാണ്. കാരണം ബേബിയുടെ തട്ടകം കൂടിയാണ് ഈ കൊല്ലം നഗരസഭ എന്ന് പറയുന്നത്. ബേബി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വരികയും ബേബി രാഷ്ട്രീയം പ്രവർത്തിക്കുകയും അവിടെ നിന്നാണ് ബേബി അഖിലേന്ത്യാ തലത്തിലേക്ക് പോവുകയും ഇപ്പോൾ അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം കൊല്ലം ഇളകി കഴിഞ്ഞാൽ CPM ആണിക്കൽ ഇളകിയിരിക്കുന്നു എന്നുള്ളത്. കാരണം ഇവിടെ കൊല്ലം ഇളകിക്കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ, ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോടും ഇളകിയിരിക്കുന്നു. കാരണം കോഴിക്കോടും ഇളകിയിരിക്കുന്നു എന്ന് പറയുന്നത്, കോഴിക്കോട് LDF ഒറ്റക്കക്ഷി എന്ന നിലയിൽ ഭൂരിപക്ഷം നേടിയിട്ടുണ്ടെങ്കിലും അവിടെ BJP വൻ നേട്ടം
ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ രീതിയിൽ രണ്ട് ഇളക്കങ്ങൾ അത് അപ്രതീക്ഷിതമായി ഒരിക്കലും ഈ കേരളത്തിലെ രാഷ്ട്രീയ ഭൂമിക അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ അത് പരിചയിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും മുൻകൂട്ടി കരുതാൻ പറ്റാത്ത ഒരു വലിയ എന്താ പറയുക, ഒരു വൈൽഡ് ഡ്രീംസിൽ പോലും കാണാൻ കഴിയാത്ത ഒരു മാറ്റമാണ് ഈ ഉണ്ടായിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ CPM-ന്റെ ആണിക്കല്ല് അല്ലെങ്കിൽ അതിൻ്റെ മൂലക്കല്ല് ഇളകിയിരിക്കുന്നു എന്നാണ്. മൂലക്കല്ല് ഇളകിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഈ പാർട്ടിയെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങും എന്നുള്ളതും സുനിശ്ചിതമാണ്.